നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-ന്. ജൂൺ 23-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 2-ആണ്. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതോടെയാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ഇന്നോ നാളെയോ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും. ഇതിനുശേഷമാകും LDFന്റെ തീരുമാനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഏത് സമയത്ത് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന തരത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ വളരെ കാലേ കൂട്ടി തന്നെ ആരംഭിച്ചിരുന്നു. എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് ഏത് നിമിഷം വന്നാലും ആ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി മിന്നുന്ന വിജയം നേടുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കുറച്ച് നേരത്തെ വരുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. കാലവർഷം വൈകുമെന്നും തിരഞ്ഞെടുപ്പ് കുറച്ച് നേരത്തെ ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് കാലവർഷം നേരത്തെ എത്തി. തിരഞ്ഞെടുപ്പ് നമ്മൾ പ്രതീക്ഷിച്ചതിലും വൈകിപ്പോയി. കാലാവസ്ഥ പ്രതികൂലമാണ് എന്ന ഒരു പ്രയാസം മാത്രമാണ് പ്രചരണ രംഗത്ത് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും രാഷ്ട്രീയ കാലാവസ്ഥ അതുകൊണ്ട് കുറച്ചുകൂടി അനുകൂലമായി എന്ന വിലയിരുത്തലാണ് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചുള്ളത്. ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ച് നിയമസഭയിലെത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലമ്പൂരിലുണ്ട്. നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയൊക്കെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. അത് സാങ്കേതികത്വം മാത്രമാണ്. സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് സാങ്കേതികത്വം മാത്രമാണ്. 3,56,00,000 വരുന്ന മുഴുവൻ മലയാളികളും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ജനവിരുദ്ധമായി മാറിയ പിണറായി വിജയൻ സർക്കാരിനെ ഒരിക്കൽ കൂടി പാഠം പഠിപ്പിക്കാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോവാൻ നിലമ്പൂരുകാർക്ക് പ്രചോദനമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥനയുണ്ട്. അവരുടെ പ്രതിഷേധം, ആ പ്രതിഷേധത്തിൻ്റെ അഗ്നി ജ്വലിപ്പിക്കുന്ന, അത് പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് മാറും. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ആര് എന്നത് സാങ്കേതികത്വം മാത്രമാണ്. അതിനപ്പുറത്ത് ഐക്യജനാധിപത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യവും നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവാനിടയായ രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പ്രസിഡന്റ് പറഞ്ഞത് BSJ എന്ന് പറയുന്നത് നല്ല പേരാണ് പറയുന്നത്. എല്ലാ പേരും നല്ല പേരാണ്, മോശം പേരൊന്നും പറഞ്ഞിട്ടില്ല. ശരി, സന്തോഷം. സലാം മുഹമ്മദ് ചേരുന്നുണ്ട്. സലാം, എങ്ങനെ ഒരുങ്ങുന്നു മുന്നണികൾ? സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. തന്നെ അല്പസമയം മുമ്പ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് BS ജോയിയാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹത്തിന്റെ പേരും സ്ഥാനാർത്ഥിത്വത്തിൽ ചർച്ച ചെയ്തതാണ്. അദ്ദേഹം പറയുന്നത് സ്ഥാനാർത്ഥി ആരെന്നത് കേവലം സാങ്കേതികത്വം മാത്രമാണ്. നേരത്തെ തന്നെ UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂർ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യം ഈ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും ഈ വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് തീർച്ചയായും UDFന് വിജയത്തിലേക്ക് എത്തുമെന്ന ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. നേരത്തെ ആര്യടൻ ഷൗക്കത്ത്, ആ രണ്ടു പേരുകളിലായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. അദ്ദേഹവും നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞത് സ്ഥാനാർത്ഥി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ച് അറിയിക്കും. അതിനുശേഷം ആരാണെങ്കിലും UDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അത് തന്നെയാണ് DCC പ്രസിഡന്റ് BS ജോയും അത് തന്നെയാണ് പറയുന്നത്. ഏതായാലും ആര്യടൻ ഷൗക്കത്ത് ഒരു പക്ഷേ സ്ഥാനാർത്ഥിത്വത്തിൽ കുറെ കൂടി അദ്ദേഹത്തിന്റെ പേരായിരിക്കാം ഉയർന്നു കേൾക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം കുറെ കൂടി കടുപിടുത്തം പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ ആര് സ്ഥാനാർത്ഥിയായും പിന്തുണക്കുമോ എന്ന ചോദ്യത്തിന് ആര്യടൻ ഷൗക്കത്തിന്റെ മറുപടി ഒരു കൃത്യമായ ഒരു മറുപടിയല്ല അദ്ദേഹം പറഞ്ഞതെങ്കിൽ പോലും ഒരു ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി സ്വീകരിക്കും, അവരെ പിന്തുണക്കുമെന്ന് വെറുതെ പറഞ്ഞു പോവുകയായിരുന്നു. എന്നാൽ BS ജോയ് കുറെ കൂടി ശക്തമായി ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും കോൺഗ്രസ് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിനോട് പൂർണ്ണമായും ആത്മാർത്ഥമായും ഇക്കാര്യത്തിൽ ആര് സ്ഥാനാർത്ഥിയായാലും UDFന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുമെന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഏതായാലും ഈ സ്ഥാനാർത്ഥിത്വം എന്നത് ഒരു കേവലം സാങ്കേതികത്വം മാത്രമാണ്, മറിച്ച് UDFന്റെ വിജയം എന്നതാണ് ഈ സമയത്ത് പ്രാധാന്യം നൽകുന്നത് എന്നൊരു മറുപടിയാണ് BS ജോയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിൽ തന്നെ കൃത്യമായി ആരായിരിക്കാം സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് BS ജോയ് തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം, അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്ഥാനാർത്ഥിത്വം എന്നത് കേവലം സാങ്കേതികത്വം മാത്രമാണ് അദ്ദേഹം കാണുന്നത്. ശരി, സലാം.